ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ഫാമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫാമിംഗ് വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. മഞ്ഞൾ ചെടിയുടെ ഹാർവെസ്റ്റിംഗ് തൊട്ട് അതിനെ ഫുൾ പ്രോസസ്സിങ് ചെയ്യുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മഞ്ഞൾ ചെടിയുടെ തണ്ടുകളാണെങ്കിൽ നല്ലപോലെ കരിഞ്ഞു വരും. ഈ ടൈം ആകുമ്പോൾ നമ്മളിതിനെ വെട്ടിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ അത്യാവശ്യം കുറച്ച് ആഴത്തിലാണ് ഇതിൻ്റെ കിഴങ്ങുകളിരിക്കുന്നത്. അതിനെങ്ങനെ നമ്മൾ വെട്ടിയെടുത്താൽ മതിയാവും. 100% റിസൾട്ടുള്ള ഒരു മഞ്ഞൾ ചെടിയിൽ നിന്ന് ഈ എമൗണ്ടിലൊക്കെ ഉള്ള മഞ്ഞൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് കൂടുതലാണ്. ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള മഞ്ഞളെല്ലാം നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് കൊണ്ട് കൂട്ടിയിടുകയാണ്. അത്യാവശ്യം കുറച്ച് ഏരിയയിൽ ഞാൻ ഈ മഞ്ഞൾ കൃഷി ചെയ്യണമുണ്ട്. ഏകദേശം പകുതി ആയപ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ ബ്രെഡും കുറച്ച് പയറും ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് പ്ലേസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തൊരു ചെറിയ ഗാർഡനൊക്കെ വരും. അപ്പോൾ അതെല്ലാം ഇനി തുടർന്ന് പറഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതിയാവും. ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത മഞ്ഞളൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അറവാനയിൽ ഇതിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിറയെ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ട് ഇതിൻ്റെ ചെളിയെല്ലാം ഫുള്ളായിട്ട് പോകണം. മണ്ണ്, ചെളി, ഇതിൻ്റെ ഉള്ള പൊടികളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിറയെ വെള്ളം വീറ്റിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയാവും. ഇത് പെട്ടെന്ന് ക്ലീനായി വരും. അപ്പോൾ ഈ ക്ലീനായി വന്നിട്ടുള്ള മഞ്ഞളിനെ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ചൂടുവെള്ളത്തിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾറെഡി തന്നെ ഒരു ചരുവത്തിൽ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അറവാനയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങ് വാരി ഇട്ടാൽ മതിയാവും. ഒരു 5-10 മിനിറ്റെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ചതിന് ശേഷം ഇതിനെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേസിലോട്ട് മാറ്റിയിടുകയാണ്. അപ്പോൾ ഈ പ്ലേസിലാണെങ്കിൽ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാമ്പല ഇട്ടിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിളച്ച വെള്ളമാണ്. 3 ടൈംസ് എടുത്താണ് ഫുള്ളായിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള മഞ്ഞളിനെ ഇതുപോലെ ബോയിൽ ചെയ്ത വാട്ടറിൽ നിന്ന് മാറ്റുന്നത്. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്യണതെന്ന് ഒരിക്കലും തോന്നല്. ഇതെല്ലാ വർഷവും എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത് തന്നെയാണ്. അത്യാവശ്യം ഫാമിങ്ങിനോട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് ഇതിനെല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്റിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും എമൗണ്ടിലുള്ള മഞ്ഞളൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഫൈനൽ കിട്ടുന്നത് കുറച്ച് എമൗണ്ട് മാത്രമാണ്. സോ നമ്മൾ കഴിക്കുന്ന ഏതൊരു ഫുഡ് മെറ്റീരിയൽസ് ആയിരുന്നാലും അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്കൊരിക്കലും കിട്ടില്ല. 100% ക്വാളിറ്റിയുള്ള ഏതൊരു സാധനത്തിന്, ഏതൊരു ഫുഡ് മെറ്റീരിയൽസിനും അതിന് നല്ല പ്രൈസ് കൊടുത്താൽ മാത്രമേ അത് വിൽക്കുന്നതാൾക്ക് മുതലാവുള്ളൂ. അപ്പോൾ അല്ലാത്ത പക്ഷം അതിൽ കുറച്ച് മായങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അടുത്ത 1 ഇയറിലേക്ക് നമ്മൾ ഈ മഞ്ഞൾ തന്നെയാണ് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ അത് 100% ക്വാളിറ്റി തന്നെയാണ് ചെയ്യണം. ബോയിൽ ചെയ്ത മഞ്ഞളെല്ലാം നമ്മൾ സൺലൈറ്റിൽ വെച്ചിട്ട് ഇനി ഉണക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇതിൻ്റെ വലിയ കിഴങ്ങുകളിനെ നമ്മൾ ചെത്തി ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കും. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരേ പരുവത്തിനെല്ലാം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കട്ട് ചെയ്യുന്ന മഞ്ഞളിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. എങ്ങനെയെങ്കിലും കട്ട് ചെയ്തിട്ടാൽ മതിയാവും. കാരണം നമുക്ക് സൺലൈറ്റിൽ ഉണങ്ങി കിട്ടണമെന്നേ ഉള്ളൂ. ഈ മഞ്ഞളൊക്കെ ഞാനാണെങ്കിൽ ഉണക്കം ഇട്ടിട്ടേ ഉള്ളൂ. ഇത് ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ.